നമ്മുടെ തക്കടുവിന് എന്ത് ഈ പൂവിനോട് ഇത്ര ശത്രുത എന്ന് മനസ്സിലാവാത്തിട്ടാ. നമ്മൾ ആന്തൂര്യത്തിന്റെ ചട്ടിയിൽ നിറയെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് മണ്ണ് തികയുണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ആക്കി അതിന് വെളിച്ചവും വേണം, എന്നാൽ ഡയറക്റ്റ് വെയിലും വേണ്ട. അപ്പൊ പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിന്റെ ഇപ്പുറത്ത് മതിലിന്റെ സൈഡ് തന്നെയാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിൽ അങ്ങോട്ടേക്ക് കൊള്ളൂല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാ. നോക്ക്, തക്കടു അതിൽ ആന്തൂര്യത്തിൽ വന്ന ഫ്ലവറിനെ പിടിച്ച് വേലിച്ചതാ എടുത്തത് അപ്പുറത്തെ ചട്ടിയിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവളെന്തായി ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാവണില്ല. അവൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് വരുന്നുണ്ടാവില്ല എന്നാണ്. പിന്നെ ഞാൻ വെയ്യാത്തത് കൊണ്ട് തന്നെ അധികം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് മോള് പറഞ്ഞു, അമ്മ നിങ്ങളുടെ കള്ളത്തക്കുട് വേക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലടി വരാൻ ചാൻസ് ഇല്ല, ഇന്നലെ വന്നിട്ട് പോയി. ഇല്ല, വന്ന് നിൽക്കുന്നുണ്ട്, അമ്മ വേണമെങ്കിൽ വന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേ കറക്റ്റ് നമ്മുടെ തക്കുട് തന്നെയാണ്. അപ്പുറത്ത് പൂച്ചയുടെ വാലും പിടിച്ച് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾ വേഗം നമ്മുടെ അടുത്തേക്ക് വരില്ല കേട്ടോ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ മുമ്പുറത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഒരു അംഗമാണ് അടുത്തെ. പിന്നെ നമ്മുടെ തലയിൽ കയറി വെക്കലും തലനോക്കലും കൊത്തിവലിക്കലും ഇതാണ്ടില്ലേ, പൂക്കൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.